തട്ടിപ്പിനിരയായ ആളുടെ സഹോദരൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ എന്തായാലും വെളിപ്പെടുത്തുന്നില്ല. ഈ തട്ടിപ്പിലേക്ക് എന്നാണ് ഇവർ യഥാർത്ഥത്തിൽ ചെന്നുപെട്ടത്? ഇവർക്ക് ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വിസ കിട്ടും, ജോലി കിട്ടും എന്നൊക്കെയുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുടുംബവുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണോ ഈ പണമൊക്കെ കൊടുത്തത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഇത് ഇവര് ത്രൂ കൊണ്ടുപോയ ആൾക്കാർ തന്നെയാണ് ഇവര് റെഫർ ചെയ്തത്. നമ്മൾ ആ റെഫറൻസ് വഴി തന്നെയാണ് ഇവർക്ക് ഫണ്ട് കൊടുത്തതും. അവരുടെ പേപ്പർ ഭാഗമെല്ലാം നമ്മൾ ഡബിൾ ചെക്ക് ചെയ്തതാണ്. പക്ഷെ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വിധം എല്ലാം മാറി. ഇവിടുന്ന് പോകുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി. വിത്തിൻ 4 months നമ്മുടെ അനിയൻ അവിടെ സ്ഥലത്തെത്തി. ഏകദേശം ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് ഇവരായിട്ട് നമ്മൾ സംസാരിക്കുന്നതും. ആ സമയത്താണ് നമ്മളിത് കൊടുക്കുന്നതും. ജനുവരി മുതലാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വർക്ക് വിസ വേണമല്ലോ, കാനഡയിൽ ജോലി ചെയ്യണമെങ്കിൽ വർക്ക് വിസ വേണം. അപ്പോ ആ വർക്ക് വിസ ഇവര് ഫേക്ക് ചെയ്യുകയായിരുന്നോ? അറിയില്ല മാം. നമ്മൾ അവിടം വരെ എത്തുമ്പോഴത്തേക്കുള്ള എല്ലാം പ്രോപ്പർ ഡോക്യുമെന്റ് നമുക്ക് തന്നതായിട്ടാണ് അവർ. അതല്ല ഞാൻ ചോദിച്ചത്, ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിനായി നിങ്ങൾ എങ്ങനെയാണ്, അതായത് താങ്കളുടെ സഹോദരൻ പോയത് എങ്ങനെയാണ്? ഈ സന്ദർശക വിസയിലാണോ അതോ തൊഴിൽ വിസയിലാണോ? ഇല്ലില്ല, തൊഴിൽ വിസയിലാണ്. ഈ കമ്പനിക്ക് അഗെയിൻസ്റ്റ് തന്നെയാണ് അവർ തൊഴിൽ വിസ തന്നത്. പക്ഷെ ആ കമ്പനി അവിടെ ചെന്നപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിസ ഞങ്ങളിത് ഇങ്ങനത്തെ ഒരു പ്രൊവൈഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അത് നമുക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എന്താണെന്നുള്ളത്. ഓൾറെഡി ഞാൻ പോലീസ് സ്റ്റേഷനിലും ഈ സാധനം കംപ്ലൈന്റ് കൊടുത്തു. മുളവാട് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. കാനഡയിലെ കമ്പനിയുടെ പേരെന്താണ്? ലാക്ലിൻ കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു കമ്പനിയാണ്. ഞാൻ എന്റെ ഈ പറഞ്ഞ ഈ വർക്ക് ഓർഡറും കാര്യങ്ങളെല്ലാം അറിയില്ല. അതിനകത്ത് മലയാളികളെ ഞങ്ങൾക്ക് ആരെയും ഈ പറഞ്ഞ കമ്പനിയുടെ ഒരാളായിട്ട് നമുക്ക് ഡീലിംഗ് ഇല്ല. ഈ വടുതലയിലുള്ള ഒരു ഷിജി മെൻഡസ് എന്നുള്ള ഒരു ആളാണ് ഞങ്ങളെ ഫുള്ള് കണക്ട് ചെയ്ത് കൊണ്ടുപോയത്. ആളവിടെ ഒരു കാനഡിയൻ സിറ്റിസൺ ആണ്. വരാപ്പുഴയാണ് പുള്ളിയുടെ സ്വദേശം. അയാൾ അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് കാനഡയിൽ? അറിയില്ല. ആളവിടെ ഒരു 15 വർഷമായിട്ട് അവിടെ കനേഡിയൻ സിറ്റിസൺ ആണ് അവിടെ പുള്ളി. ഇതുപോലെ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ ഞങ്ങൾ കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യൻ എംബസി മുഖാന്തരം അയാൾക്കെതിരെ ഒരു പരാതി നൽകാവുന്ന സാഹചര്യമുണ്ടല്ലോ, അത് ശ്രമിച്ചിരുന്നോ? മാഡം, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആകെ ചെയ്തേക്കണ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ കൂടുതലൊന്നും നമ്മൾ ഇതിനകത്ത് ഞങ്ങൾക്ക് അറിയില്ല എവിടെ ചെന്നത് സംസാരിക്കണം അല്ലെങ്കിൽ ഇത് എവിടെയാണത് എങ്ങനെയാണത് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഇപ്പൊ നിലവിൽ അവിടെ നിൽക്കാനുള്ള ചെലവ് ഇവിടെ നിന്നാണ് ഞങ്ങൾ അയച്ചു കൊടുത്തോണ്ടിരിക്കണേ. ഓൾറെഡി നമ്മളുടെ പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് ബാങ്കിൽ കൊടുത്തേക്കണേ എമൗണ്ട് വെച്ചിട്ടാണ് ഈ 2 പയ്യന്മാരെ വിട്ടേക്കണേ. ഇപ്പൊ നിലവിൽ അവിടെ ചെലവ് മീറ്റ് ചെയ്യണത് ഞങ്ങളാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ സംഭാഷണം കേട്ടിട്ടുണ്ടാകും. ഇക്കാര്യത്തിൽ നിങ്ങൾ കൃത്യമായ പരാതിയിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിപ്പോൾ 2 രാജ്യങ്ങൾക്കിടയിലുള്ള വിഷയമാണ്. അപ്പോൾ കനേഡിയൻ സിറ്റിസനായ ഒരാളാണ് ഈ തട്ടിപ്പ് നടത്തിയതെങ്കിൽ അതിന് കൃത്യമായി നിങ്ങൾ പരാതി നൽകേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമോപദേശമൊക്കെ എടുത്തതിന് ശേഷം ആ രീതിയിലുള്ള പരാതിയുമായി ആദ്യം മുന്നോട്ട് പോകൂ. പരാതി കൊടുത്തിട്ടുണ്ട്. മുളവാട് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചേക്കുന്നത് ആൾക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയിച്ചത്. ലാസ്റ്റ് അപ്ഡേറ്റ് അതാണ്. ഓക്കെ, വളരെ നന്ദി പ്രതികരിച്ചതിന്. അപ്പോൾ നമുക്കും ഇതെന്താണ് ഇതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ളത് പരിശോധിക്കാം.